ഹലോ ശിവാനി, ശിവാനി, ശിവാനി. ത്രിവിക്രം, ഇതെന്താ ഇപ്പൊ ഇവിടെ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ടുഡേ ഐ ആം സോ ഹാപ്പി. ഇപ്പൊ ഈ ലോകത്ത് എന്നേക്കാൾ സന്തോഷവനായിട്ട് ആരും ഉണ്ടാവില്ല. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞൂടെ? അത് പറയാനുള്ള സമയമായിട്ടില്ല. ആ സമയമാകുമ്പോ ഞാൻ തന്നെ തന്നോട് പറയാം. ഇനി മുതൽ എനിക്കൊരു കോമ്പറ്റീറ്റേഴ്സേ ഇല്ല. മുടക്കാനും തടയാനും ഒരാളും ഇല്ല. ഇനി മുതൽ ഞാനാണ് രാജാവ്, ഞാനാണ് അധികാരി. എന്ത്? എന്താ കാര്യം? ത്രിവിക്രം, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഹേയ്, ലീവ് ശിവാനി. അതൊക്കെ താൻ വിട്ടേക്ക്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നോ? എന്താ? ഒരു 2 minutes എല്ലാം തനിക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവുന്ന? നോ 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 നോ. താൻ ചോദിക്കാനും പാടില്ല, അത് ഞാൻ പറയേയില്ല. താൻ അത് കണ്ടു തന്നെ ആസ്വദിക്കണം. ത്രിവിക്രം, എന്താന്ന് പറഞ്ഞൂടെ? വെറുതെ മനുഷ്യനിട്ട് കളിപ്പിക്കാൻ. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. നോ. സോറി സോറി. Many happy returns of. Yes, sweetheart, happy birthday to you. Kati. First time കഴിക്കേ. Wish you happy birthday. ത്രിവിക്രം, താങ്ക് യു സോ മച്ച്. എനിക്ക് എന്ത് സന്തോഷായിന്നറിയോ? ഇതൊന്നുമല്ല, നാളെയാണ് ശരിക്കുള്ള സെലിബ്രേഷൻ. നാളെ ഈവനിങ് താൻ എന്റെ എസ്റ്റേറ്റിലേക്ക് വരണം. അവിടെ ഞാൻ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ത്രിവിക്രം, അതെല്ലാം എന്തിനു വെറുതെ? താൻ കൂടുതലൊന്നും പറയണ്ട, വന്നാ മതി. ഓക്കെ ശിവാനി, എനിക്ക് സമയമായി. നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഏയ് സുന്ദരി, സുന്ദരി, ഇന്ന് നിന്റെ യജമാന സുന്ദരിയുടെ പിറന്നാളാ. വിഷ് ചെയ്തായിരുന്നോ? നീ അങ്ങനെ മനസ്സിൽ തന്നെ സൈലന്റ് ആയിട്ട് വിഷ് ചെയ്തിട്ട് വന്നതാവും, എനിക്കറിയാം. കള്ളി പെണ്ണാ നീ. ഏയ് സുന്ദരി, എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്ന? ഓ, ഞാൻ വിഷ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കായിരുന്നു. ഇന്ന് നിന്റെ യജമാന സുന്ദരിയുടെ ബർത്ത്ഡേ. ഞാൻ മീറ്റ് ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ഫസ്റ്റ് ടൈം വിഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുക. അത് വെറുതെ അങ്ങ് കോൾ ചെയ്ത് പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഇല്ല, ഡയറക്റ്റ് ആയി അവളെ മീറ്റ് ചെയ്ത് നേരെ മുന്നിൽ പോയി നിന്ന് ശിവാനി ഐ ലവ് യു, അല്ലല്ല ശിവാനി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണമല്ലോ. എന്നാ പോയേക്കാം. ഫസ്റ്റ് ടൈം വിഷയം പോവല്ലേ, അതുകൊണ്ട് വെറും കൈയോടെ അങ്ങ് പോകണം. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണമല്ലോ. എന്താ ഇപ്പൊ കൊടുക്ക സുന്ദരി? ആ, റോസാപ്പ് കൊണ്ട് കൊടുത്താലോ? ചേ, റോസ് കൊടുത്തിട്ട് പ്രപ്പോസ് ചെയ്യാൻ പോവാണോ ഞാൻ? അല്ലല്ലോ, വേറെന്താ കൊടുക്കാൻ പറ്റും? ആ, ഡ്രസ് വാങ്ങി കൊടുത്താലോ? വേണ്ട 2 ദിവസം ഡ്രസ് ഇട്ടിട്ട് പിന്നെ എടുത്ത് മാറ്റി വെക്കും. വേറെന്താ പ്രസന്റ് ആയിട്ട് കൊടുക്ക?
ജുവൽസ്. ഞാൻ താലി കെട്ടാൻ പോകുന്ന ആ കഴുത്തില് ഒരു മാലയൊക്കെ കിടന്ന കാണാൻ ഒരു രസമല്ലേ? വാ, ജുവൽസ് പർച്ചേസ് ചെയ്യാൻ പോവാം. അയ്യോ, പോക്കറ്റ് ഇല്ലല്ലോ, പിന്നെ എവിടെ നിന്ന് ക്യാഷ് എടുക്കാനാ ഞാൻ? ക്യാഷ് അറേഞ്ച് ചെയ്യണല്ലോ, എന്താ ഇപ്പൊ ചെയ്യാ? നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഇല്ലേ, മിസ്റ്റർ നന്ദീഷ്. ഹലോ മിസ്റ്റർ നന്ദീഷ്. അച്ഛാ. എന്താടാ അച്ഛാ, എന്താന്ന് പറയടാ. എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. കാശ്? നിനക്കെന്തിനപ്പോ കാശ്? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്കൊരു സാധനം വാങ്ങാനാ. എന്ത് സാധനം വാങ്ങാൻ? നിനക്കിവിടെ എന്തിന്റെ കുറവാടാ ഉള്ളത്? ആവശ്യത്തിന് ഡ്രസ്സ് കൊച്ചു മുതലാളി തന്നിട്ടുണ്ട്. അതും പോരാത്തിന് വലിയ മുതലാളി ഒരു ബൈക്കും തന്നു. അത് മാത്രോ? ആൾക്കാരെ കാണിക്കാൻ ആ കൊച്ചു മുതലാളി കാറും കൂളിംഗ് ഗ്ലാസും ഒക്കെ നിനക്ക് തന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് നിനക്ക് തൃപ്തിയാവുന്നില്ലേ? അച്ഛാ, അതൊക്കെ എനിക്കറിയാം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ പുതിയൊരു സാധനം യൂസ് ചെയ്തിട്ടില്ല. അവരുപയോഗിച്ച് കളയുന്ന സാധനങ്ങൾ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്ക് ക്യാഷ് വേണ്ടത് വേറെ കാര്യത്തിന്. വേറെ കാര്യം എന്ന് പറഞ്ഞാ തെളിച്ചു പറ. എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അച്ഛാ, കുറച്ച് ചെലവുകളുണ്ടെന്നേ. ഞാൻ സമ്മതിച്ചു, പക്ഷെ അത് എന്താന്നല്ലേ ചോദിക്കുന്നത്? അയ്യയ്യോ, ഞാനും അപ്പൊ തൊട്ട് കേട്ടോണ്ടിരിക്കുക. പാവം എന്റെ മോൻ കാശ് ചോദിക്കുമ്പോ എന്തിനാ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നേ? എടീ, അവൻ എന്റെയും കൂടി മകനാ. അവൻ എന്നോട് കാശ് ചോദിച്ചപ്പോ അതെന്തിനാ മോനെന്ന് ഞാൻ അവനോട് ചോദിച്ചു. പക്ഷെ കാശ് എന്തിനാന്ന് മാത്രം അവന് ഉത്തരവില്ല. അച്ഛൻ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഒരിക്കലും ക്യാഷ് ആവശ്യമില്ലാത്ത കാര്യത്തിന് ചെലവാക്കില്ല. ആദ്യമായിട്ടല്ലേ നമ്മുടെ മോൻ പണം ചോദിക്കുന്നേ? അവനെന്തോ പുതിയ ജോലി ചെയ്യാൻ പോവാന്നാ പറയുന്നേ. അതിനു വേണ്ടിയായിരിക്കും പണം ചോദിക്കുന്നത്. കൊടുക്കുന്നേ. അതല്ലടി. അച്ഛാ, അച്ഛൻ എനിക്ക് വെറുതെ ക്യാഷ് തരണ്ട, കടമായിട്ട് മതി. അത് ഞാൻ ജോലി ചെയ്ത് വീട്ടിക്കോളാം. എടാ, നീ എന്തൊക്കെ ഈ പറയുന്നത്? എന്താ ഇതൊക്കെ? ഞാൻ ഇറങ്ങട്ടെ മധു. എന്താടി ഇതൊക്കെ? ഇവനെന്താ രാവിലെ തന്നെ കാലിലൊക്കെ വീഴുന്നേ? ഇവനെന്താ പറ്റിയേ? നമ്മുടെ മോൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. എന്ത് ചെയ്താലും അവൻ നന്നായി കണ്ടാ മതി എനിക്ക്. അവന് നല്ലതേ വരൂ. നിനക്ക് നല്ലത് വരണമെങ്കിൽ എനിക്കൊരു ചായ ഇട്ടതാ. എന്നോട് എസ്റ്റേറ്റിലേക്ക് വരാൻ പറഞ്ഞിട്ട് ത്രിവിക്രമൻ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതെന്താ ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കാത്തെ? ഹായ് ശിവാനി, വെൽക്കം ടു മൈ വേൾഡ്. ത്രിവിക്രം എവിടെയുള്ളത്? ഞാൻ തന്റെ മുന്നിൽ വരണമെങ്കിൽ താൻ ഇപ്പൊ എത്ര എക്സൈറ്റഡ് ആയിട്ടാ നിൽക്കുന്നതെന്ന് പറയണം. ഒരുപാട് എക്സൈറ്റ്മെന്റോടെ കാത്തിരിക്കാൻ ഞാൻ. അതെത്ര? ത്രിവിക്രം, അതെത്രത്തോളാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. 23 വർഷം ഞാൻ കാത്തിരിക്കണമെങ്കിൽ ആദിശേഷൻ എനിക്ക് എത്രത്തോളം മുഖ്യമായിരിക്കും. അവനോട് എനിക്ക് അത്രയധികം സ്നേഹമുണ്ട്. അവനെ ഒന്ന് കാണാനുള്ള ആവേശം എത്രത്തോളാണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. താനെന്തൊന്നും മിണ്ടാത്തെ? എന്താ തനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലേ? ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നീ ഇപ്പൊ എവിടെയുള്ളത്? പെട്ടെന്ന് എന്റെ മുന്നിലേക്ക് വന്നേ. 1, 2, 3 റിവേഴ്സൽ കൗണ്ട് ചെയ്യ്. അപ്പോഴേക്കും ഞാൻ എത്താം. ത്രിവിക്രം വന്ന ഉടനെ അവനോട് നാഗലോകത്തെ കുറിച്ച് പറഞ്ഞ് ആദിശേഷനെ കുറിച്ച് പറഞ്ഞ് പഴയതെല്ലാം അവനെ ഓർമ്മപ്പെടുത്തിയേ പറ്റൂ. ശിവാനി, കൗണ്ട് ചെയ്യ്. ശരി. 3, 2, 1. അയ്യോ, ഇതെന്താ കറണ്ട് പോയത്? ത്രിവിക്രം, ത്രിവിക്രം, ത്രിവിക്രം. ത്രിവിക്രമാണോ അത്?
എനിക്ക് വേണ്ടി തന്നെ. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, അപ്പൊ നല്ല ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കണ്ടേ. എന്നാലും ഇതൊക്കെ ഇത് മാത്രമല്ല, ഇനി ഒരുപാട് സർപ്രൈസുകൾ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താ അത്? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. വാ, ഫസ്റ്റ് കേക്ക് കട്ട് ചെയ്യാം. ശരി. ശിവാനി, വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കട്ട് ചെയ്യേ. കട്ട് ചെയ്യേ. ഇറ്റ്സ് യുവർ ബർത്ത്ഡേ. ആദ്യം താനെ കഴിക്കണ്ടേ. ഹാപ്പി ആയില്ലേ? ഇതെല്ലാം തനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത്. താൻ ഹാപ്പി ആയല്ലോ, എനിക്കത് മാത്രം മതി. ത്രിവിക്രം, നീ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തില്ലേ? ഇപ്പൊ നിനക്ക് പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടുകയാണെങ്കിൽ എത്ര നന്നായതേ. മഹാദേവ, ഇപ്പൊ ത്രിവിക്രമന് പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടാൻ ഞാൻ പരിശ്രമിച്ചേ പറ്റൂ. ഇവളുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. ത്രിവിക്രം, നീ നോ മോർ ടോക്സ്. എന്റെ സർപ്രൈസ് ഇതുവരെ തീർന്നിട്ടില്ല. അതല്ല ത്രിവിക്രം, ഞാൻ എന്താ പറയാൻ നോ മോർ ടോക്സ് ഞാൻ പറഞ്ഞില്ല. ക്ലോസ് യുവർ ഐസ്. എന്തിന്? ഞാൻ പറയുന്നത് കേട്ടാ മതി. താൻ കണ്ണടച്ചേ. ഇത് പാക്ക് ചെയ്തേക്ക്. എന്താണ് തൃശ്ശൂലെ മാലയൊക്കെ വാങ്ങുന്നുണ്ടല്ലോ, ഇത് ആർക്ക് കൊടുക്കാനാ? ഇത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്ക് വേണ്ടിയാ. ഓ, അതിന്റെ സന്തോഷത്തിലല്ലേ? Open your eyes. Shivani, this is for you. Do you like it? തനിക്ക് ഇഷ്ടായ? നീ എനിക്ക് വേണ്ടി എന്ത് തന്നാലും എനിക്കത് ഇഷ്ടമാവും ത്രിവിക്രം. റിയലി? അതെന്താ? എന്താന്ന് വെച്ചാ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നല്ലേ? വെറും ഇഷ്ടമല്ല, നമ്മുടെ സ്നേഹം ഇപ്പൊ ഉണ്ടായതല്ല ത്രിവിക്രം, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ളതാ. എന്തിനെങ്ങനെ ചിരിക്കുന്ന? താനൊരു ബിസിനസ് വുമൺ അല്ല ആവേണ്ടത്, കോളേജ് ലെക്ചറർ ആവേണ്ടത്. താൻ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ കോളേജ് തന്നെ വിട്ടുപോയനെ. ഞാനോ? അതെന്താ? പിന്നല്ലാതെ ഈ ജന്മജന്മാന്തരം എന്നൊക്കെ പറയുമ്പോ ഈ കാലത്തുള്ള ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കോ? ടീച്ചറിന് വട്ടാന്ന് പറഞ്ഞ് പിള്ളേരൊക്കെ ഓടി രക്ഷപ്പെടും. ത്രിവിക്രം, നീ ഇത് വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇത് നിന്റെ പുനർജന്മമാണ്. നിനക്ക് എന്താ അത് മനസ്സിലാവാത്തത്? ഞാൻ എന്താ ചെയ്യേണ്ടത്?
ശിവാനി, തനിക്കെന്താ വിഷമായ? ഞാനൊരു തമാശ പറഞ്ഞതാ. കുഴപ്പമില്ല ത്രിവിക്രം, എനിക്ക് വിഷമമൊന്നുമില്ല. ത്രിവിക്രം, ഞാൻ ആക്ച്വലി നോ മോർ ടോക്സ്. തന്റെ കൂടെ റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാ ഞാൻ വന്നേ. ചുമ്മാ സംസാരിച്ച് ആ മൂഡ് താൻ വെറുതെ കളയല്ലേ. ത്രിവിക്രം, അതെന്താന്ന് വെച്ചാ ശിവാനി പ്ലീസ്, താൻ ആദ്യം ഈ നെക്ലസ് ഒന്ന് ഇട്. ഈ നെക്ലസ് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ഇട്ടുതരാം. ഏയ് സുന്ദരി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഇവിടെ ഉള്ളതെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഓ, എന്റെ പിറകെ വന്നതായിരിക്കും അല്ലേ? ശിവാനി, അതിനോട് ചോദ്യം ചോദിച്ചാൽ എന്തെങ്കിലും ആൻസർ പറയോ? താൻ എഴുന്നേക്ക്, ഞാൻ ഈ നെക്ലസ് ഇട്ട് തരാം. ത്രിവിക്രം, ഒരു മിനിറ്റ്. പാവ സുന്ദരിക്ക് വിശക്കുന്നെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നിക്ക്, ഞാൻ അതിന് കേക്ക് കൊടുക്കട്ടെ. ദാ സുന്ദരി, കേക്ക് കഴിച്ചേ. ഈ കേക്ക് കഴിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങോട്ട് വന്നത്? കൊതിച്ചി. ശിവാനി, താൻ എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നാണോ അതോ ഈ പ്രാവിന്റെ കൂടെയോ? ത്രിവിക്രം, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ വിളിച്ചതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. സോറി. ശരി, നെക്ലേസ് ഇട്ട് വാ. ശിവാനി, താൻ തിരഞ്ഞേക്ക്. ഇത് മാത്രം പോരാ, എനിക്ക് ശിവാനിയെ ഹഗ് ചെയ്യണം. അവളുടെ കൂടെ റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കണം.